8 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസമാണ് പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്ന് ആ പെൺകുട്ടിയെ കാണാതാകുന്നത്. കേരളത്തെ പിടിച്ചുലച്ച ജസ്ന മരിയ തിരോധാന കേസ് ഇന്നും എവിടെയും എത്തിയിട്ടില്ല. 2024 ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ച CBI പക്ഷേ ഇപ്പോൾ എരുമേലിയിലെ ഓഫീസ് തുറന്നിരിക്കുന്നത് എന്തിനാണ്? പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ജസ്നയെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ടോ? എട്ട് വർഷം മുൻപാണ് കോളേജ് വിദ്യാർത്ഥിനിയായ പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശിനി ജസ്ന മരിയ ജെയിംസിനെ കാണാതായത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഏറ്റവും ഒടുവിൽ CBIയുമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി 2 വർഷം മുൻപ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI അപേക്ഷ നൽകിയിരുന്നു. കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ തുടർ അന്വേഷണത്തിന് തയ്യാറാണെന്നും CBI വ്യക്തമാക്കിയിരുന്നു. എന്തായിരുന്നാലും എരുമേലി ടൂറിസം ബംഗ്ലാവ് കേന്ദ്രീകരിച്ച് CBI വീണ്ടും അന്വേഷണത്തിന് ഓഫീസ് തുറന്നിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നതിൻ്റെ ഭാഗമായാണോ ഓഫീസ് തുറന്നത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. കൂടുതൽ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഈ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 6 മാസക്കാലത്തേക്കാണ് CBI ഈ ഓഫീസ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ജസ്ന മരിയയെ കാണാനില്ല എന്ന് കാണിച്ച് 2018 മാർച്ച് 22-നാണ് പിതാവ് ജെയിംസ് വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. അന്വേഷണത്തിനിടെ പലയിടങ്ങളിലും ജസ്നയെ കണ്ടെത്തിയതായി അന്വേഷണ സംഘത്തിന് ഊമക്കത്തുകളും ഫോൺ കോളുകളും ഒക്കെ ലഭിച്ചിരുന്നു. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലേത് ഉൾപ്പെടെ CCTV ക്യാമറകൾ പരിശോധിച്ചു, ഒട്ടേറെ പേരുടെ മൊഴിയെടുത്തു. പക്ഷേ ജസ്നയിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ കൃത്യമായ തെളിവുകളോ നിഗമനങ്ങളോ അന്വേഷണ സംഘങ്ങൾക്ക് ഒന്നും കണ്ടെത്താനായിട്ടില്ല. അതേസമയം കേരളത്തിന് വെളിയിൽ ഒരിടത്ത് ജസ്ന ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചു. ചില മുൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ജസ്നയെ കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും ആർക്കും അറിയില്ല. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നേരത്തെ CBI കോടതിയിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ എവിടെയാണെന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ലെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ അന്വേഷണ ഏജൻസിക്ക് ഇനിയെങ്കിലും കഴിയുമോ എന്നാണ് ജസ്നയുടെ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കുന്നത്. ജസ്നയ്ക്ക് എന്തു പറ്റി എന്നെങ്കിലും അറിയാനുള്ള കാത്തിരിപ്പിലാണ് അവർ. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.